ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 8 റേഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണണം. അതിനുശേഷം മാത്രമേ സൊല്യൂഷൻ വീഡിയോസ് കാണാവൂ. എന്നാൽ മാത്രമേ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവൂ. ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും അത് കാണണേ. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, റെപ്രസെന്റ് ദീസ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ 7/4 -5/6 റെപ്രസെന്റ് ചെയ്യണം. ആദ്യം നമുക്ക് 7/4 എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു നമ്പർ ലൈൻ വരയ്ക്കണം. നമ്പർ ലൈൻ ഞാൻ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇവിടെ ഞാൻ നമ്പർ ലൈനിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനാണ്. റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സും ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7/4 എന്ന് പറയുമ്പോൾ അതൊരു റേഷണൽ നമ്പറാണ് അല്ലേ. ഈ 7/4 നമുക്ക് നമ്പർ ലൈനിൽ കാണിക്കണം. അപ്പോൾ ഇത് 7/4 പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് 0 മുതൽ മാർക്കിങ് തുടങ്ങാം. 0, 1, 2, 3. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇതിനെ 4 പീസസ് ആയിട്ട് ഓരോ സെക്ഷനെ നമ്മൾ കട്ട് ചെയ്യണം. അതായത് നമുക്ക് ഡിനോമിനേറ്റർ എത്രയാണോ വന്നിട്ടുള്ളത് അത്രയും ഭാഗങ്ങളായി ഓരോ പാർട്ടിനെ നമ്മൾ മാറ്റണം. ഇവിടെ ഇപ്പോൾ 0 മുതൽ 1 വരെ ഉള്ളതിനെ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യണം. 1 മുതൽ 2 വരെ ഉള്ളതിനെ കട്ട് ചെയ്യണം. 2 മുതൽ 3 വരെ ഉള്ളതിനെ കട്ട് ചെയ്യണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ഇനി കൂടുതൽ നമ്പേഴ്സ് വേണ്ടി വരുന്നെങ്കിൽ നമ്മൾ വീണ്ടും നമ്പേഴ്സ് എഴുതണമായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും മതിയാവും. അതുകൊണ്ടാണ് ഇത്ര എഴുതിയിട്ടുള്ളത് കേട്ടോ. 0 മുതൽ 1 വരെ ഉള്ളതിനെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 1 പീസായി, 2 പീസായി, 3 പീസായി, 4 പീസായി അല്ലേ. 4 പീസസ് ആയില്ലേ. അപ്പോൾ ഇത് അതുപോലെ ഇവിടെ നിന്ന് 1 മുതൽ 2 വരെ ഉള്ളതിന് നമുക്ക് അതുപോലെ 4 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. 1 പീസ്, 2 പീസ്, 3 പീസ്, 4 പീസ്. അതുപോലെ ഇപ്പുറത്തോട്ട് ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ 2 മുതൽ 3 വരെ ഉള്ളതിനെ 1, 2, 3, 4 പീസസ് ആക്കി. ഓക്കെ. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ 7/4 ഓരോന്നായിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ആദ്യം തന്നെ 0 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 1/4 എന്ന് എഴുതാം. ഇവിടെ 2/4 എന്ന് എഴുതാം. ഇവിടെ 3/4 എഴുതാം. ഇവിടെ 4/4, 5/4, 6/4, 7/4 ഇത്രയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെ വരുന്നത് 8/4 ആയിരിക്കും. ഇങ്ങോട്ട് 9/4, 10/4, 11/4 അങ്ങനെ പോകും. നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് 7/4 ആയതുകൊണ്ട് 7/4 വരുന്നവരെ ചെയ്താൽ മതി. എന്നിട്ട് അതിനെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ 7/4. മനസ്സിലായല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് നമ്മൾ നമ്പർ പ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ നമ്പർ ഏകദേശം എവിടെ വരും എന്നൊക്കെ നോക്കാനായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇതിപ്പോൾ 7/4 എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും വലുതാണ് അല്ലേ. അതായത് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനാണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്കൊന്ന് മിക്സ് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അതിന് നമുക്ക് 7/4. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. കുറച്ചുകൂടി നിങ്ങൾക്ക് ഈ കാര്യത്തിനെ കുറിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ പറയുന്നത്. 7ൽ 4 1 ടൈം, 1 4 is 4, 7 - 4 is 3. ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി ഇതിനെ നമുക്ക് മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമ്മുടെ കോഷ്യന്റിന് നമുക്ക് ആദ്യം എഴുതി കൊടുക്കാം. റിമൈൻഡർ എഴുതി എന്നിട്ട് നമുക്ക് ഈ 4 ഇവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ 1 3/4 എന്ന് കിട്ടി. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ 1 കഴിഞ്ഞിട്ട്, അതായത് ഇവിടെ ആയിരുന്നല്ലോ 1 ഉണ്ടായിരുന്നത്, നമ്മളിവിടെ അങ്ങനെ ഡിവൈഡ് ചെയ്തതല്ലേ, ഇതല്ലേ റിയൽ 1 ഉള്ളത്. 1 കഴിഞ്ഞിട്ടായിരിക്കും ഈ നമ്പർ ഉള്ളത്. 2വിനിടക്കായിട്ട് 2 ഇവിടെയാണ് അല്ലേ. ഇതാണ് നമ്മുടെ 2, ഇതാണ് 1. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 1 ഒരു ഫുള്ളായിട്ട് തന്നെ 1 എന്ന യൂണിറ്റ് കഴിയണം. എന്നിട്ട് 2വിനിടക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്നിട്ട് നമുക്ക് നമ്പർ ലൈന് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. 0 മുതൽ 1, 2 മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ 4 പീസസ് ആയിട്ട് 1 2 3 4 ആയി. 1 2 3 4 ആയി. നമുക്ക് കിട്ടിയിട്ടുള്ളത് 1 3/4 ആണല്ലോ. അപ്പോൾ 1 കഴിഞ്ഞിട്ട് ഇവിടുന്ന് മുതൽ മാർക്കിങ് തുടങ്ങാം. 1/4, 2/4,
3/4 അങ്ങനെ പോകും. അപ്പോൾ നമ്മുടെ ഈ 3/4 ഇവിടെ കിട്ടിയില്ലേ, 3/4 കിട്ടിയ പൊസിഷനിലാണ് നമ്മുടെ 7/4 എന്ന് പറയാം. 7/4നെ നമ്മൾ മിക്സ് ഫ്രാക്ഷൻ ആക്കി എഴുതിയപ്പോൾ 1 കഴിഞ്ഞിട്ട് 3/4 വരുന്ന സ്ഥലത്താണ് നമുക്ക് 7/4 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ ചെയ്ത മെത്തേഡ് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് 1 3/4 ആണ്. 1 3/4 ഇവിടെ കിട്ടി. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ചോദിക്കണം. അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരാം കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അടുത്ത് എന്തായിരുന്നു, -5/6 ആണ്. മൈനസ് നമ്പറാണ് അല്ലേ. മൈനസ് നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് 0യുടെ ഇപ്പുറത്തോട്ടാണ് അല്ലേ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. 0 മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഡിസ്റ്റൻസിൽ ഞാനിവിടെ ഡോട്ട് ഇടുന്നേ ഉള്ളൂ. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 0 മുതൽ -1 വരെ ഇങ്ങോട്ട് വരുന്നത് +1, ഇപ്പുറത്തോട്ട് വരുന്നത് -1. ഇതിന് നമ്മൾ എത്ര പീസായിട്ട് കട്ട് ചെയ്യണം? 6 പീസസ് ആക്കണം അല്ലേ. 1 2 3 4 5 6 പീസസ് ആയില്ലേ. ഇപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മുതൽ തുടങ്ങാം. -1/6, -2/6, -3/6, -4/6, -5/6. ഇവിടെ എത്തുമ്പോൾ -6/6 ആവും. 6ഉം 6ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. ഇത് കണ്ടില്ലേ, -1ന്റെ പൊസിഷൻ അല്ലേ ഇത്. അപ്പോൾ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് -1 കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തു നമ്മൾ. നമുക്ക് വേണ്ടത് -5/6 ആണ്. ഇതാണ് നമ്മുടെ റിക്വേർഡ് പോയിന്റ്. ഓക്കെ, കണ്ടില്ലേ, -5/6. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കൂട്ടുകാരെ? എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? റെപ്രസെന്റ് -2/11, -5/11, -9/11 ഓൺ എ നമ്പർ ലൈൻ. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താ? നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലേ. 0 കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാനിവിടെ -1 കൊടുക്കുന്നത്. നമുക്ക് 11 പീസസ് ആയിട്ട് ഇതിനെ കട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ കൺജസ്റ്റഡ് ആയ പോലെ തോന്നില്ലല്ലോ, അതിന് വേണ്ടിയാണ് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ 11 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 പീസസ് ആയി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ -1/11, -2/11, -3/11, -4/11, -5/11, -6/11, -7/11, -8/11, -9/11, -10/11, and here -11/11. ഓക്കെ, ഇപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ സൊല്യൂഷനും ആയോ നോക്കിയേ. ഞാൻ -2/11 ഇതാണല്ലോ നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. ഇതൊന്നും അങ്ങനെ നമുക്ക് സർക്കിൾ ചെയ്ത് കൊടുക്കാം. -5/11 ഇതാണ് അല്ലേ. -5/11 മാർക്ക് ചെയ്തു. അടുത്തത് -9/11 ആണ്. ആദ്യത്തെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 5 റേഷണൽ നമ്പേഴ്സ് വിച്ച് ആർ സ്മോളർ ദാൻ 2. 2വിനേക്കാൾ ചെറിയ 5 റേഷണൽ നമ്പേഴ്സ് എഴുതാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഒന്ന് നമ്പർ ലൈൻ നോക്കാം. നമ്പർ ലൈനിൽ 2വിനേക്കാൾ ചെറുതായിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് 0 ആണ്, ഇവിടെ 1, ഇവിടെ 2. 2വിനേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ നമ്പേഴ്സ് അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇവിടെ -1, -2, -3, -4 ഇങ്ങനെ എഴുതി കൊടുത്തേ. ഇനി 2വിനേക്കാൾ ചെറുത്, 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതി കൊടുക്കാം. അതേതൊക്കെയാണ്? 1 0, -1, -2, -3. നമ്മുടെ അടുത്ത് 5 നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. നമ്മുടെ അടുത്ത് എത്ര നമ്പേഴ്സ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മുടെ അടുത്ത് 5 റേഷണൽ നമ്പേഴ്സേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്ര ഈസി ആയിരിക്കും വിചാരിച്ചില്ല അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -2/5 ആൻഡ് 1/2. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. 2 റേഷണൽ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ്ലി മെനി റേഷണൽ നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പം നമുക്കിവിടെ എന്ത് നോക്കാം, -2/5 ഇവിടെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ 1/2 എഴുതി. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കി കൊടുക്കാം നമുക്ക്. അതിനുവേണ്ടി നമ്മൾ 5ൻ്റെയും 2ൻ്റെ LCM കണ്ടുപിടിക്കണം. ഇത് 5ഉം 2ഉം ആയതുകൊണ്ട് നമുക്ക് 5 × 2 10 എന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഒന്ന് കണ്ടോളൂ എന്താ ചെയ്തതെന്ന്. 2 ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ 5 അതുപോലെ തന്നെ എഴുതി, 2ൽ 2 1 ടൈം അത് എഴുതി. ഇനി 5 ആയിട്ട് ചെയ്യാം. 5ൽ 5 1 ടൈം, ഈ 1 അങ്ങോട്ട് തന്നെ എഴുതി. ഇനി നമുക്ക് ഇവിടെ ഉള്ള നമ്പേഴ്സ് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5 10. അതാണ് ഇതിൻ്റെ LCM. ഇങ്ങനെയാണ് നമ്മൾ എല്ലാ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഡിവിഷനൊന്നും സാധ്യമാവാത്ത നമ്പറുകളാകുമ്പോൾ 2 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എഴുതിയാൽ മതി കേട്ടോ. ഇനി എന്താ നമുക്ക് വേണ്ടത്, ഈ 10 ആക്കണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ ഈ 5നെ 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, × 2 കൊടുത്താൽ മതി അല്ലേ. ഇവിടെ ഒരു നമ്പറായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം നമ്പറായിട്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ നമുക്ക് 2നെ 10 ആക്കാൻ പറ്റും, × 5 ചെയ്താൽ പോരെ. അപ്പോൾ അതുപോലെ തന്നെ ന്യൂമറേറ്ററിനെയും 5ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതി നോക്കാം. -4/10 ആൻഡ് 5/10 ആണുള്ളത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് എന്നാണ്. 10 റേഷണൽ നമ്പേഴ്സ് ഇതിനിടയിൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അതൊന്നും ഇവിടെ എഴുതി നോക്കാം. -4/10, പിന്നെ നമുക്ക് -3/10 ഉണ്ടാവും, -2/10, -1/10, പിന്നെ 0, അത് കഴിഞ്ഞു 1/10, 2/10, 3/10, 4/10, 5/10. ഇത്രയും റേഷണൽ നമ്പേഴ്സ് ഈ രണ്ടെണ്ണത്തിൻ്റെ നടുവിലായിട്ട് നമുക്കിപ്പോൾ കിട്ടി. നമ്മുടെ അടുത്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, 10 റേഷണൽ നമ്പേഴ്സ് വേണമെന്നാണ് അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7 8 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ നമുക്കൊന്ന് ഡബിൾ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഇത്രയും പോലെ നമുക്ക് 10 നമ്പേഴ്സ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, അതിനേക്കാൾ കൂടുതൽ കിട്ടാനായിട്ട് ഡിനോമിനേറ്ററിനെ ഒന്നുകൂടെ വലുതാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിനെ ഒന്ന് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 2 ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, ഒപ്പം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, -4 × 2 ഈസ് -8, /10 × 2 ഈസ് 20, 5 × 2 ഈസ് 10, ആൻഡ് 10 × 2 ഈസ് 20. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിവിടെ എഴുതി കൊടുക്കാം. -8/20. അത് കഴിഞ്ഞിട്ട് ഈ നമ്പർ എത്തുന്ന വരെ വേണം കേട്ടോ. ഇവിടെ ഞാൻ 10/20 എന്ന് എഴുതി. -8/20 കഴിഞ്ഞാൽ -7/20, -6/20, -5/20, -4/20, -3/20, -2/20, -1/20, 0, then 1/20, 2/20, 3/20, 4/20, 5/20 and so on. 10/20 വരെ നമുക്ക് എഴുതാം അല്ലേ. നമുക്കാകെ 10 നമ്പേഴ്സാണ് വേണ്ടു. അപ്പോൾ നമുക്ക് ഇതുമല്ലാത്ത 10 നമ്പേഴ്സ് എഴുതാം. അതേ 1 2 3 4 5 6 7 8 9 10 11 12 13 ഇവിടെ. ഇതിൽ നിന്ന് ഏതെങ്കിലും 10 നമ്പേഴ്സ് എഴുതി കൊടുത്താൽ നമ്മുടെ ആൻസറായി. എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്ററിനെ വലുതാക്കി കൊണ്ടുവരാം. രണ്ടിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. ഒരെണ്ണത്തിന് 2 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അടുത്തതിന് 2 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് തോന്നിയത് 5 ആയിട്ടാണോ, 5 ആയിട്ട് ചെയ്യാം. നമുക്ക് തോന്നുന്നത് 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണോ, അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏത് നമ്പറായിട്ടാണോ ചെയ്യുന്നത് എല്ലായിടത്തും ആ നമ്പർ തന്നെ ചെയ്യണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ റേഷണൽ നമ്പേഴ്സ് എത്ര എണ്ണം വേണമെന്നാണോ ചോദിച്ചിട്ടുള്ളത് അത്രയും നമ്മൾ എഴുതി കൊടുത്താൽ മതി ആൻസറായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ആൻസർ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനെന്നോ നിങ്ങളുടെ ടീച്ചർ ബോർഡിൽ എഴുതിയതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ഏത് നമ്പറായിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതിനനുസരിച്ചായിരിക്കും അവരുടെ ആൻസർ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 5 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ.
എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2/3 and 4/5 തന്നിട്ടുണ്ട്, -3/2 and 5/3 തന്നിട്ടുണ്ട്, 1/4 and 1/2 തന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ, പ്രത്യേകിച്ച് ഒന്നുമില്ല. 2/3യുടെയും 4/5ന്റെ ഇടയ്ക്കുള്ള 5 റേഷണൽ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3യുടെയും 5ന്റെ LCM നോക്കാം. ഞാൻ പറഞ്ഞില്ലേ 3യും 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് LCM 15 എന്ന് കിട്ടും. ഇനി നമുക്ക് 2/3 ഇവിടെ എഴുതി, 4/5 എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും ഡിനോമിനേറ്റർ 15 എന്നാക്കണം. 3നെ 5ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അപ്പോൾ ഇവിടെയും 5ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. 5നെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. അപ്പോൾ ഇവിടെ 3 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 2 × 5 10 ആണ്, 3 × 5 15 ആണ്, 4 × 3 12, 5 × 3 15. ഇതിന് രണ്ടിനും ഇടയിൽ നമുക്ക് 5 റേഷണൽ നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് റേഷണൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ 10/15 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 11/15, പിന്നെ 12/15. അപ്പോൾ റേഷണൽ നമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആകെ 1 മാത്രമേ കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനൊന്ന് ഡബിൾ ആക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ 15നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇവിടെ 2 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ അങ്ങനെ തന്നെ ചെയ്തു. ഇനി 10 × 2 എന്ന് പറയുമ്പോൾ 20 ആണ്, 15 × 2 30 ആണ്, 12 × 2 24, 15 × 2 30. ഇത്രയും കിട്ടിയാലോ. ഇനി ഇതിനിടക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് 5 റേഷണൽ നമ്പേഴ്സ്? നോക്കൂ, 20/30, 21/30, 22/30, 23/30, 24/30. എത്ര എണ്ണ കിട്ടിയത്? 1 2 3. അപ്പോൾ നമുക്ക് ഇതും പറ്റില്ല അല്ലേ, ഇതിനെ ഡബിളാക്കി കഴിഞ്ഞാലും പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യായിരുന്നു ഇതിനെ? നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം നമുക്ക് 10 ആയിട്ട് ഒന്നാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ആയാലും കിട്ടും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത് കേട്ടോ. 15 × 10, 12 × 10, 15 × 10. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 10 × 10 100 ആണ്, by 150, 12 × 10 120, by 150. ഇനി നമുക്ക് ഇതിനിടക്ക് എത്ര വേണമെങ്കിലും കിട്ടും അല്ലേ. അപ്പോൾ 100/150, അത് കഴിഞ്ഞിട്ട് 101/150, 102/150, 103/150, 104/150, 105/150, and so on. ലാസ്റ്റ് നമുക്ക് 120/150 എഴുതുന്നവരെ നമുക്ക് എഴുതി പോവാം. നമുക്ക് ആകെ ഇവിടെ 5 നമ്പേഴ്സേ വേണ്ടു. ഇതും വേണ്ട, ഇതും വേണ്ട. ഇതിനിടക്ക് വന്നൊരു 5 റേഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതി കൊടുക്കാം. ഇത്രയും നമ്മൾ എഴുതി കൊടുത്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? 101/150, 102/150, 103/150, 104/150, 105/150. ഇനി എത്ര വേണമെങ്കിലും ഉണ്ട് നമുക്ക്. അപ്പോൾ -3/2ൻ്റെയും 5/3യുടെയും ഇൻ ബിറ്റ്വീനിലുള്ള 5 റേഷണൽ നമ്പേഴ്സാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2ഉം 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 6 കിട്ടി. അതാണ് ഇതിൻ്റെ LCM. അത് എഴുതി കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 6 ആക്കണം നമുക്ക്. 2 × 3 6 ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ചെയ്തു. ഇവിടെ 3 × 2 ആണ് 6. അപ്പോൾ ഇവിടെ × 2 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് -9/6 ഇവിടെയും കിട്ടി, 10/6 ഇവിടെയും കിട്ടി. ഇതിനിടക്ക് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. -9/6 ഉണ്ട്, അതിന് ശേഷം -8/6, -7/6, -6/6, -5/6, -4/6, -3/6, -2/6, -1/6, 0, then 1/6, 2/6, 3/6, 4/6, 5/6, അങ്ങനെ വന്നിട്ട് 10/6 വരെ എത്തും അല്ലേ.
അപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്? 5 റേഷണൽ നമ്പേഴ്സ് അല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതുമല്ല ഇതുമല്ലാതല്ല ബാക്കി ഏതെങ്കിലും 5 റേഷണൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ മതി നമുക്ക് അല്ലേ. ഇതാണ് കൂട്ടുകാരെ ഇതിൻ്റെ സൊല്യൂഷൻ കേട്ടോ. നമുക്ക് ഇതിലത്തെ ഏതെങ്കിലും 5 നമ്പേഴ്സ് എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്ക് -8/6 -7/6 -5/6 എഴുതാം, -1/6 എഴുതാം, പിന്നെ ഒരു പോസിറ്റീവ് നമ്പർ എടുക്കട്ടെ, ഒരു 4/6 എഴുതാം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഇതിൻ്റെ സൊല്യൂഷൻ. നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എഴുതാട്ടോ. ഇനിയിപ്പോൾ 5/6 കഴിഞ്ഞിട്ട് 6/6 7/6 ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ നിന്നൊക്കെ എടുത്ത് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നിങ്ങളുടെ ആൻസറും എൻ്റെ ആൻസറും ടീച്ചറുടെ ആൻസറും ഫ്രണ്ട്സിൻ്റെ ആൻസറും ഒക്കെ വേറെ വേറെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. നമ്മൾ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് ഏതൊക്കെ റേഷണൽ നമ്പേഴ്സ് എടുക്കാൻ തോന്നി അത് നമുക്ക് എടുക്കാം കേട്ടോ. എന്നാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 1/4നും 1/2നും ഇടയ്ക്കുള്ള റേഷണൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4ൻ്റെയും 2ൻ്റെ LCM നോക്കാം. ഇത് 4 × 2 8 ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 4ഉം 2ഉം എഴുതിയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 4ൽ 2 2 ടൈംസ്, 2ൽ 2 1 ടൈം, ഇതിൽ 2 2 1 1. ഓക്കെ, 2 × 2 is 4. അപ്പോൾ ഇതിൻ്റെ LCM നമുക്ക് കിട്ടിയത് 4 ആണ്. ഇതിൻ്റെ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ മാറ്റേണ്ട ആവശ്യമില്ല, ഇവിടെ 4 തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 1/4നും 2/4നും ഇടയ്ക്കുള്ള 5 റേഷണൽ നമ്പേഴ്സാണ് വേണ്ടത്. 1/4ൻ്റെ 2/4ൻ്റെ ഇടയ്ക്ക് നമുക്കൊരു റേഷണൽ നമ്പർ കിട്ടാനില്ല. നമുക്കിതിനെ വേണമെങ്കിൽ 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ആയിട്ടോ 2 ആയിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് 5 റേഷണൽ നമ്പേഴ്സ് കിട്ടുന്നത് അത് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ 10 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. 1 × 10 is 10, 4 × 10 is 40, ഇവിടെ 2 × 10 is 20, 4 × 10 40. ഇനി ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള റേഷണൽ നമ്പേഴ്സ് എഴുതാം നമുക്ക്. അപ്പോൾ 10/40 കഴിഞ്ഞാൽ 11/40, 12/40, 13/40, 14/40, 15/40, അങ്ങനെ പോയിട്ട് 20/40 വരെ വരും. നമുക്ക് 5 റേഷണൽ നമ്പേഴ്സാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 1 2 3 4 5. ഇനിയുള്ളത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും അല്ലാതെ അതിനിടയ്ക്ക് വരുന്ന ഏത് റേഷണൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 11/40, 12/40, 13/40, 14/40, 15/40. ഇത്രയാണ് 1/4ൻ്റെയും 1/2ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന 5 റേഷണൽ നമ്പേഴ്സ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 5 റേഷണൽ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ -2. വീണ്ടും നമുക്ക് നമ്പർ ലൈൻ തന്നെ നോക്കാം. എന്നിട്ട് 0 കൊടുത്തു. ഇവിടെ ലെഫ്റ്റിലോട്ടായിട്ട് -1 -2 -3 കൊടുത്തു. ഇങ്ങോട്ട് നമ്മൾ 1 2 3 4 5 അങ്ങനെ നമ്പേഴ്സ് കൊടുത്തു. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് -2വിനേക്കാൾ വലിയ നമ്പർ, ഗ്രേറ്റർ ആയിട്ടുള്ള 5 റേഷണൽ നമ്പേഴ്സ് എഴുതണമെന്നാണ്. -2വിൻ്റെ റൈറ്റിലോട്ട് വരുന്ന 5 നമ്പേഴ്സ് എഴുതി കൊടുക്കാം. -2 കഴിഞ്ഞിട്ട് -1 0 1 2 3 എല്ലാം ഇനി അങ്ങോട്ട് 4 5 6 ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് -2വിനേക്കാൾ വലിയ 5 റേഷണൽ നമ്പേഴ്സ് വേണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ റിക്വേർഡ് സൊല്യൂഷൻ. ഇത്രയും ഈസിയാണ് കേട്ടോ ഇതൊക്കെ എഴുതാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 10 റേഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3/5 ആൻഡ് 3/4. നമുക്ക് എഴുതി നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. 5 × 4 20 ആണ്. 20 ആക്കണം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ. അതിനായിട്ട് നമുക്ക് ഇതിനെ 5നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3നെയും 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4നെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ 3നെ 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി 3 × 4 12 ആണ്, 5 × 4 20. ഇവിടെ അതുപോലെ തന്നെ 3 × 5 15 ആണ്, 4 × 5 20. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിനിടയ്ക്ക് നമുക്ക് 10 റേഷണൽ നമ്പേഴ്സ് വരുന്നുണ്ടോ? 12/20 കഴിഞ്ഞാൽ 13/20, 14/20, 15/20. 12/20യുടെയും 15/20യുടെയും ഇൻ ബിറ്റ്വീനിൽ നമുക്ക് കിട്ടിയത് 2 റേഷണൽ നമ്പേഴ്സ് മാത്രമാണ്. നമുക്ക് വേണ്ടത് 10 റേഷണൽ നമ്പേഴ്സാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ഒന്ന് വലുതാക്കണം അല്ലേ. അതിനായിട്ട് നമുക്ക് ഈ രണ്ട് റേഷണൽ നമ്പേഴ്സിനെയും 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് 12 ഇൻറ്റു 10 120, 20 ഇൻറ്റു 10 200. ഇവിടെ 15 ഇൻറ്റു 10 150 ബൈ 200. ഇനി നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ. നമുക്ക് ആകെ 10 റേഷണൽ നമ്പേഴ്സേ വേണ്ടൂ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 120 ബൈ 200 കഴിഞ്ഞിട്ട് 121 ബൈ 200, 122 ബൈ 200, 123 ബൈ 200, 124 by 200, 125 by 200, 126 by 200, 127 by 200, 128 by 200, 129 by 200, 130 by 200. ഇനി നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. നമുക്ക് 10 നമ്പേഴ്സ് അല്ലേ വേണ്ടൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് വേണ്ട. അതുപോലെ തന്നെ ലാസ്റ്റിൽ വരുന്ന 150 by 200 നമുക്ക് ആവശ്യമില്ല. അതിനിടയിൽ വരുന്ന ഏതെങ്കിലും 10 റേഷണൽ നമ്പേഴ്സ് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 9 10 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും എഴുതി കൊടുത്തതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്ത സൊല്യൂഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സാധാരണ പറയുന്ന പോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക്